ഹലോ, വെൽക്കം ടു UPSC സോൺ. 2023 UPSC സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യം കോംപ്രിഹെൻസീവ് റീഡിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്നതാണ്. അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് റീഡിംഗ് നമുക്ക് പ്രോപ്പറായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ഏതൊരു സബ്ജക്റ്റിൻ്റെയും ബേസ് നമ്മൾ പ്രോപ്പറാക്കണം. ഇപ്പോൾ എക്കണോമിക്സ് പോലൊരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആസ്പിറൻസിന് ബേസ് ബിൽഡിങ്ങിൽ പ്രശ്നമുള്ളൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ബേസ് നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ റീഡിംഗ് ഒക്കെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമ്മുടെ കണ്ടന്റ് എൻറിച്ച്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ UPSC സോണിൻ്റെ ഇക്കോണമി സീരീസ് വീഡിയോസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്കണോമിക്സിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് അതിൻ്റെ ബേസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരിക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ മണി മാർക്കറ്റ്, എക്സ്റ്റേണൽ സെക്ടർ, പബ്ലിക് ഫിനാൻസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് UPSC സ്ഥിരം ചോദിക്കുന്ന ഏരിയാസ് അതിൻ്റെ ബേസിക്സ് മുഴുവൻ ബിൽഡ് ചെയ്ത് തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഈ വീഡിയോസ് ഓരോന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങളുടെ ബേസ് ബിൽഡ് ചെയ്ത് സബ്ജക്റ്റിൽ കൃത്യമായൊരു കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സോ വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. ഹലോ എവരിവൺ, വെൽക്കം ടു UPSC സോൺ. അപ്പോൾ UPSC ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് പൊതുവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കോണമി സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇക്കണോമിക്സിലെ UPSC പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് ആ ടോപ്പിക്സ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ എൻറ്റയർ സീരീസിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് UPSC പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് മണി മാർക്കറ്റ്. അപ്പോൾ മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ബിഫോർ സ്റ്റാർട്ടിംഗ് ദി സെഷൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് UPSCയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എല്ലാ വർഷവും UPSC പ്രിലിംസിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ചോദ്യങ്ങളെങ്കിലും, ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 2 ചോദ്യങ്ങളെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യനും RBIയുടെ ഫംഗ്ഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജനറൽ ചോദ്യമോ, അല്ലെങ്കിൽ RBIയുടെ കോമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമോ, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പലതരം മോണിറ്ററി പോളിസി ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഇംപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളോ വർഷങ്ങളായിട്ട് നമ്മളൊരു 2011 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ 2011 ടു ഈ 22 വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പ്രിലിംസ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെയധികം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ UPSCയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് അൺഡൗട്ടഡ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് മണി മാർക്കറ്റ്. അപ്പോൾ മണി മാർക്കറ്റിലെ ഓരോ ഏരിയാസ് സെലക്ട് ചെയ്തൊരു ഏറ്റവും വലിയ ചാപ്റ്റർ ആണ്. അതായത് മണി മാർക്കറ്റിനകത്തുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടോപ്പിക്സ് ആണ് മണി മാർക്കറ്റിലുള്ളത്. ഇഷ്ടം പോലെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ മണി മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു വലിയ ഏരിയയിലെ ഓരോരോ ടോപ്പിക്സിനെയും എടുത്ത് ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് ആണ് നമ്മൾ ഈ സീരീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് മണി മാർക്കറ്റിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദ ടോപ്പിക് ഫോർ ടുഡേ. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എവല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എവല്യൂഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. The origins of the Reserve Bank of India can be traced to 1926 when the Royal Commission on Indian Currency and Finance, also known as Hilton Young Commission, recommended the creation of a central bank for India. ഇത് ഞാൻ ഒരുപാട് മോക്ക് ടെസ്റ്റുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊതുവിൽ ഡയറക്ട്ലി UPSC ഇതുവരെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അതായത് ഏത് കമ്മിറ്റി റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് വർഷമാണ് ആ കമ്മിറ്റി റെക്കമെൻഡേഷൻ വന്നതെന്നൊന്നും RBIയെ പറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്കത് തള്ളിക്കളയാൻ പറ്റാത്ത, കാരണം RBIയുടെ ഒറിജിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിൽട്ടൺ യങ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ആയിട്ട് അതൊന്ന് അറിഞ്ഞിരിക്കണം. 1926 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന കമ്മീഷൻ, ഇറ്റ് ഇസ് പോപ്പുലർലി നോൺ ആസ് ഹിൽട്ടൺ യങ് കമ്മീഷൻ, ഇവരാണ് ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് വേണമെന്ന റെക്കമെൻഡേഷൻ മുന്നോട്ടേക്ക് വെക്കുന്നത്. സോ റിമെമ്പർ ദ ഇയർ 1926 ആൻഡ് ദിസ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. സോ ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 നമുക്കൊരു സെൻട്രൽ ബാങ്ക് വേണമെന്ന റെക്കമെൻഡേഷൻ ആദ്യമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഓക്കെ, ദെൻ
Reserve Bank of India was established on April 1st, 1935 in accordance with the provisions of the RBI Act of 1934. അപ്പോൾ അങ്ങനെ 1934 RBI Act of 1934 നിലവിൽ വരുന്നു. RBI Act of 1934 അനുസരിച്ച് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നു. അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് RBI Act of 1934 വഴിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. The central office of the Reserve Bank was initially established in Calcutta but was permanently moved to Mumbai in 1937. അപ്പൊ റീസെന്റ് ആയിട്ട് UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ചില ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും UPSC ചോദിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇയറിന്റെ ഒക്കെ കാര്യത്തിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് UPSC നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു അവയർനെസ് നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്ന സമയത്ത് കൽക്കട്ട ആയിരുന്നു അതിന്റെ എന്താ പറയുന്നത് സെൻട്രൽ ഓഫീസ് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് 1937 മുംബൈയിലേക്ക് ഇതിന്റെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ സെൻട്രൽ ഓഫീസ് മാറ്റി. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈയിൽ തന്നെയാണ്. ദോ ഒറിജിനലി പ്രൈവറ്റ്ലി ഓൺ since nationalization in 1949 Reserve Bank is fully owned by the government of India. അപ്പോൾ ഒറിജിനലി ഇതൊരു പ്രൈവറ്റ് ഓൺഡ് ബാങ്ക് എന്ന രീതിയിലാണ് നിലവിൽ വന്നത്. പിന്നീട് 1949 റിസർവ് ബാങ്കിനെ നാഷണലൈസ് ചെയ്യുകയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ആക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫുള്ളി ഓൺഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഒരു 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഫ്രെയിം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു അബദ്ധം കൊണ്ട് നമ്മളത് തെറ്റിക്കരുത്. ഒറിജിനലി പ്രൈവറ്റ്ലി ഓൺഡ് ആയിരുന്നെങ്കിലും നാഷണലൈസേഷന് ശേഷം ഫുള്ളി ഗവൺമെന്റ് ഓൺഡ് ആണ് നമ്മളുടെ RBI. വളരെ ഈസി ആണ്, ഞാൻ ജസ്റ്റ് ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒന്നും എടുത്ത് പറയുന്നുള്ളൂ. ദെൻ ദ നെക്സ്റ്റ് തിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ദി സെൻട്രൽ ബോർഡ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റിസർവ് ബാങ്ക് അഫയേഴ്സ് ആർ ഗവേൺഡ് ബൈ എ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ റിസർവ് ബാങ്കിന് ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. RBIക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ദ ബോർഡ് ഈസ് appointed by the government of India. Be very clear, the central board of the Reserve Bank of India is appointed by the government of India in keeping with the Reserve Bank of India Act. അപ്പോൾ RBI ആക്ട് അനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് സെൻട്രൽ ബോർഡിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. റിസർവ് ബാങ്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോർഡാണ് ഈ സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ബോർഡിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. RBI ആക്ട് അനുസരിച്ചിട്ടാണ് സെൻട്രൽ ബോർഡ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ UPSCക്ക് സെൻട്രൽ ബോർഡ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എന്താ പറയുക അപ്പോയിന്റഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ കീപ്പിംഗ് വിത്ത് ദി RBI ആക്ട് അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ദി RBI ആക്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ the central board were appointed or nominated for a period of 4 years. ഈ സെൻട്രൽ ബോർഡ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് 4 വർഷത്തേക്കാണ്. ഇപ്പൊ സെൻട്രൽ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. RBI ആക്ട് അനുസരിച്ചിട്ടാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. 4 വർഷത്തേക്കാണ്. ഈ 3 പോയിന്റുകളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി ഈ സെൻട്രൽ ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ സെൻട്രൽ ബോർഡിൽ നമുക്ക് ഒഫീഷ്യൽ ഡയറക്ടേഴ്സിനെയും നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സിനെയും കാണാൻ സാധിക്കും. ഇത് ഭയങ്കരമായി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ജനറൽ ഐഡിയ ഉണ്ടായാൽ മതി നമുക്കിനകത്ത്. അപ്പൊ സെൻട്രൽ ബോർഡിനകത്ത് ഒഫീഷ്യൽ ഡയറക്ടേഴ്സും നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഈ ഒഫീഷ്യൽ ഡയറക്ടേഴ്സിനെയും നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നതും ഈ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഫുൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കും. ഫുൾ ടൈം ഈ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഫുൾ ടൈം എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത് ഗവർണർ ആൻഡ് നോട്ട് മോർ ദാൻ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്. സോ സെൻട്രൽ ബോർഡ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയില് ഗവർണറും 4 കൂടാതെ ഡെപ്യൂട്ടി ഗവർണേഴ്സും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ആൻഡ് നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ബിഫോർ ദാറ്റ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ പേരൊന്നും UPSC ചോദിക്കില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയുകയാണ്. നമ്മുടെ RBI ഗവർണറും അദ്ദേഹത്തോടൊപ്പം 4 കൂടാതെയുള്ള ഡെപ്യൂട്ടി ഗവർണേഴ്സുമാണ് സെൻട്രൽ
ബോർഡിനകത്തുള്ള ഒഫീഷ്യൽ ഡയറക്ടേഴ്സിന്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ 4 ഗവർണർ പ്ലസ് നോട്ട് മോർ ദാൻ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് എന്നുള്ളതാണ് അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ here we have our RBI governor Sri Shaktikant Das along with deputy governor Sri M.K. Jain, Dr. M.D. Patra, Sri M.R. Rao, Sri T.B. Ravishankar. അപ്പോൾ 1+4 നോട്ട് മോർ ദാൻ 4 എന്ന് പറയുന്നതാണ് RBIയുടെ സെൻട്രൽ ബോർഡിലെ ഒഫീഷ്യൽ ഡയറക്ടേഴ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. then about this നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ്, അതിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 10 ഡയറക്ടേഴ്സ് ഉണ്ട്. അതേപോലെ അതേഴ്സ് 4 ഡയറക്ടേഴ്സ്, 1 ഈസ് ഫ്രം 4 ലോക്കൽ ബോർഡ്സ്, 4 ലോക്കൽ ബോർഡ്സ് നിന്നുള്ള 4 ഡയറക്ടേഴ്സ് കൂടിയുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം, ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നവരാണെന്നുള്ളത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഇത് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ മെമ്പേഴ്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു പോകരുത്. ഹിയർ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBIയിലെ സെൻട്രൽ ബോർഡ്, RBIയിലെ അപ്പെക്സ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിട്ടുള്ള സെൻട്രൽ ബോർഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ സെൻട്രൽ ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ഉണ്ട്, നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ഉണ്ട്, നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ഉണ്ട്. ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് RBI ഗവർണറും 4 കൂടാതെയുള്ള ഡെപ്യൂട്ടി ഗവർണേഴ്സും. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇത്രയും പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ഇതിലും ഡീപ്ലി ഡിഗ് ചെയ്ത് UPSC ഒരു ചോദ്യം ചോദിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ആഫ്റ്റർ ദാറ്റ്, ദിസ് ഇസ് അബൌട്ട് RBI ഗവർണർ. RBI ഗവർണർ ഈസ് appointed after the proposal made by the Financial Sector Regulatory Appointment Search Committee, FSRAC എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ കമ്മിറ്റിയെ പറ്റി. അപ്പോൾ ഈ ക്യാബിനറ്റ് സെക്രട്ടറി ആണ് ഈ പെർട്ടിക്കുലർ കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. സോ RBI ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ ഇത് FSRAC, അതായത് ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്ററി അപ്പോയിന്റ്മെന്റ് സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി വിച്ച് ഇസ് ഹെഡഡ് ബൈ ദി ക്യാബിനറ്റ് സെക്രട്ടറി. ക്യാബിനറ്റ് സെക്രട്ടറി ചെയർ ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ കമ്മിറ്റിയുടെ പ്രപ്പോസൽ അനുസരിച്ചിട്ടാണ് RBI ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് RBI ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ദ ഗവർണർ ആൻഡ് ഡെപ്യൂട്ടി ഗവർണേഴ്സ് മേ ബി ഡിറ്റർമൈൻഡ് ബൈ ദി സെൻട്രൽ ബോർഡ് വിത്ത് അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ സെൻട്രൽ ബോർഡാണ്. ഇവരുടെ സാലറീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ അലവൻസസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് വിത്ത് അപ്രൂവൽ ഓഫ് ദി ഈ സാലറീസ് ആൻഡ് അലവൻസസും കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യുന്നത് ബൈ ദ സെൻട്രൽ ബോർഡ് വിത്ത് ദി അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. ആൻഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ can be removed by the central government. So RBI ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്, RBI ഗവർണറിനെ റിമൂവ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കോമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബേസിക്കലി അറിയേണ്ട ചില കാര്യങ്ങൾ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് UPSC 2021 ചോദിച്ച ഒരു ചോദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. The governor of the Reserve Bank of India is appointed by the central government. The governor of the Reserve Bank of India is appointed by the central government. നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന്. സോ നമുക്കിവിടെ ഓപ്ഷൻസ് 1 and 2, 2 and 3, 1 and 3, 1, 2, 3 എന്നുള്ള 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ശരിയാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. Certain provisions in the Constitution of India give the central government the right to issue directions to the RBI in public interest. So certain provisions in the Constitution of India give the central government the right to issue directions to the RBI in public interest. അതായത് സെൻട്രൽ ഗവൺമെന്റിന് RBIക്ക് ചില ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഈ ഒരു അവകാശം കിട്ടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ചില പ്രൊവിഷൻസ് വഴിയാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഒരു കൺഫ്യൂസിംഗ് അല്ലെങ്കിൽ ഒരു ഡൗട്ട്ഫുൾ, നമുക്ക് ഡൗട്ട് തോന്നാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഡിസ്കസ് ചെയ്തില്ല. പക്ഷേ ഈവൻ ദോ നമ്മളിത് ഡിസ്കസ് ചെയ്തില്ല എങ്കിൽ പോലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല എന്നൊരു മിനിമം ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കിത് തെറ്റാണ് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ RBI ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് കൊണ്ട് തന്നെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യപ്പെടാത്ത ഒരു ബോഡിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ദി ഗവർണർ ഓഫ് ദ RBI ഡ്രോസ് ഹിസ് പവർ ഫ്രം ദ RBI ആക്ട്. ഒരു ബേസിക് സ്റ്റേറ്റ്മെന്റ് ആണ്. RBI ആക്ട് ഓഫ് 1934 വഴിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറുടെ പവേഴ്സ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് C, 1 and 3 only. സോ ഇത്രയുമാണ് നമുക്ക് റിസർവ് ബാങ്കിന്റെ ബേസിക് കോമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വരുന്ന വീഡിയോസിൽ നമ്മൾ RBIയുടെ ഫംഗ്ഷൻസും RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സും ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ താങ്ക് യു.